കുമ്പളങ്ങ കറി അല്ലെങ്കിൽ കുമ്പളങ്ങ മോര് കറി മട്ട അരിച്ചോറിനോട് നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കുമ്പളങ്ങ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് കാണാം. ഞാൻ മഹിമ സൈമൺ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. കുമ്പളങ്ങ മോര് കറി ഉണ്ടാക്കാനായിട്ട് എടുത്തേക്കുന്നത് 1.5 കപ്പ് കുമ്പളങ്ങയാണ്. തൊലിയെല്ലാം കളഞ്ഞ് വേവ് നോക്കുകയാണെങ്കിൽ 200 ഗ്രാം. ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കാം. ഒരു 1.5 കപ്പ് വെള്ളവും ചേർത്ത് 2 പച്ചമുളക് സ്ലിറ്റ് ചെയ്തേക്കുന്നതാണ്, കീറിയിട്ടേക്കുന്നത്, അതും കൂടി ഇടാം. കുറച്ച് കറിവേപ്പില, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നമുക്ക് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ കുമ്പളങ്ങ നന്നായിട്ട് കുക്കാവുന്ന വരെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ കുമ്പളങ്ങ വേവുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ അരച്ചെടുക്കണം. ഞാൻ എടുത്തേക്കുന്നത് 1/2 കപ്പ് തേങ്ങയാണ്. ഇതിലേക്ക് ഒരു വെളുത്തുള്ളി, 2 ചുമന്നുള്ളി, ചെറിയ നുള്ള് മഞ്ഞൾപ്പൊടി. മഞ്ഞൾ നമ്മൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ചേർക്കാം. കുറച്ച് വെള്ളവും ചേർത്ത് നന്നായിട്ട് സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. ഇതേപോലെ നല്ല സ്മൂത്ത് പേസ്റ്റായിട്ട് അരച്ചെടുത്തു, മാറ്റിയെടുക്കാം. ചെക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിൽ നമ്മൾ കുക്ക് ചെയ്യുമായിരുന്നു. നന്നായിട്ട് കുക്കായിട്ടുണ്ട്. അപ്പോൾ സ്പൂണിൻ്റെ ബാക്ക് ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക, ലൈറ്റായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയുടെ മിക്സ്ചർ ചേർക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഞാൻ 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുകയാണ്. അപ്പോൾ തേങ്ങയുടെ അരപ്പ് ചേർത്ത ശേഷം നമുക്ക് തിളയ്ക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ തീയേറ്റ് ലോ ഫ്ലെയിം വെച്ച് നമുക്ക് തൈര് ചേർക്കാം. ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് 1 കപ്പ് തൈരാണ്. അതൊന്ന് ഉടച്ചിട്ട് വേണം ചേർക്കാൻ. അപ്പോൾ കൽച്ചട്ടി ആയതുകൊണ്ട് തന്നെ തിളച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ട് ഒന്ന് ഓഫ് ചെയ്യുകയാണ്. ഓഫ് ചെയ്ത ശേഷം ഇത് ചേർക്കാം. നമ്മുടെ കുമ്പളങ്ങ മോരുകറി റെഡിയാണ്. ഇനി ഇത് കടുക് വറക്കണം. എപ്പോഴും ഓർക്കുക, നമ്മുടെ ചൂടാറി കഴിയുമ്പോഴത്തേക്ക് ഈ കറി ഒന്നുകൂടെ തിക്കായി വരും. കടുക് വറക്കാനായിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കാം. കോക്കനട്ട് ഓയിൽ. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ കടുക് ചേർക്കാം. മൂന്ന് ചുമന്നുള്ളി നീളത്തിലരിഞ്ഞത്, ചുമന്നുള്ളി ഒന്ന് ബ്രൗൺ ആയി തുടങ്ങുമ്പോൾ നമുക്ക് അതിനകത്തേക്ക് 2 വറ്റൽമുളക് കീറിയിടാം. ഒപ്പം കുറച്ച് കറിവേപ്പില. ഇനി ഇത് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത ശേഷം 2 നുള്ള്, ഏകദേശം 1/8 ടീസ്പൂൺ ഉലുവാപ്പൊടിയും 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുടെ ചേർക്കാം. ഇത് നിറത്തിന് വേണ്ടിയിട്ടാണ്. കടുക് പൊട്ടിച്ച മിക്സർ ഇതിലേക്ക് ചേർക്കാം. നമുക്ക് സെർവിങ് ബോളിലേക്ക് മാറ്റാം.
നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന കുമ്പളങ്ങ കറി ഒരു 4 പേർക്ക് സെർവ് ചെയ്യാവുന്ന ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മഹിമാസ് കുക്കിംഗ് ക്ലാസ്.